എല്ലാവർക്കും നമസ്കാരം. വ്യാഴവുമായി ബന്ധപ്പെട്ട ചില ജനറൽ റെമഡീസ് നമുക്ക് നോക്കാം. വ്യാഴം റെപ്രസെൻറ്റ് ചെയ്യുന്നത് മഞ്ഞ കളറിനെയാണ്, യെല്ലോ കളർ. അപ്പം മഞ്ഞ കളറുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മഞ്ഞ കളറുള്ള വസ്ത്രങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നതും നല്ലതാണ്. അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ മഞ്ഞപ്പട്ട്, വിഷ്ണുവിന് മഞ്ഞപ്പട്ട് നൽകാം. അതുപോലെ തന്നെ മധുരമുള്ളതെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് വ്യാഴത്തിനെയാണ്. അപ്പോൾ മധുരമുള്ള ആഹാരങ്ങളും നമ്മൾ കഴിക്കുന്നതും അത് ഡൊണേറ്റ് ചെയ്യുന്നതും വ്യാഴത്തിൻ്റെ ഒരു റെമഡിയാണ്. അതുപോലെ തന്നെ ഗുരുക്കന്മാരെയൊക്കെ ബഹുമാനിക്കുക, നമ്മുടെ ടീച്ചേഴ്സ്, നമുക്ക് ഉപദേശം തരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ബഹുമാനിക്കുക, സന്യാസികളെ ബഹുമാനിക്കുക, ഇതൊക്കെ വ്യാഴത്തിൻ്റെ റെമഡീസാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും ഒരു ധാർമ്മികത നിലനിർത്തുക. ഒരു കാരണവശാലും മോറൽ വാല്യൂസിന് കോട്ടം തട്ടരുത്. ഗുരുവിൻ്റെ ഒരു പരിഹാരം അതാണ്. ധാർമ്മികതയോടുകൂടി ജീവിക്കുക എന്നുള്ളത് ഒരു വ്യാഴത്തിൻ്റെ പരിഹാരമായിട്ട് പറയുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അമ്പലങ്ങളിൽ നമുക്ക് കടലപ്പരിപ്പ് അല്ലെങ്കിൽ പൊട്ടുകടല അല്ലെങ്കിൽ കടല അത് ദാനം ചെയ്യാം. അത് അമ്പലങ്ങളിൽ നൽകാം. അതൊരു വ്യാഴാഴ്ച ദിവസങ്ങളിൽ നൽകുന്ന ഒരു പരിഹാരമാണ്. അത് പറ്റുമെങ്കിൽ ഒരു മഞ്ഞപ്പട്ടിൽ ഒരു കിഴി പോലെ കെട്ടിയിട്ട് നമുക്ക് അമ്പലങ്ങളിൽ ദാനം ചെയ്യാം. അതൊരു പരിഹാരമാണ്. അല്ലെങ്കിൽ 600 ഗ്രാം ഈ കടലപ്പരിപ്പ് എടുക്കുക. എന്നിട്ട് അത് ഈ പറഞ്ഞ പോലെ ഒരു 6 ദിവസം തുടർച്ചയായിട്ട് അമ്പലങ്ങളിൽ കൊടുക്കുക. അതും ഒരു റെമഡിയായിട്ട് പറയുന്നു. പിന്നെ അരയാൽ നട്ടുപിടിപ്പിക്കുന്നത് ഒരു റെമഡിയാണ്. അത് വിശാലമായ സ്ഥലങ്ങളിൽ, ശ്മശാനമാണ് പണ്ട് പറയുന്നത്, ലാൽക്കിതാബിൽ ശ്മശാനമാണ് പറയുന്നത്. അതുപോലെയുള്ള സ്ഥലങ്ങൾ അരയാൽ നട്ടുപിടിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വാഴ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ വാഴയ്ക്ക് വെള്ളം കൊടുക്കുന്നത് അതും നല്ലതായിട്ട് പറയുന്നു. കാര്യം എന്ത് ചടങ്ങുകൾ തുടങ്ങുമ്പോഴും നമുക്കറിയാം, നമ്മൾ ആദ്യം വാഴയില വെട്ടിവെക്കും. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗുരുവിനെയാണ്. വാഴയില റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗുരുവിനെയാണ്. അപ്പോൾ വാഴ നനയ്ക്കുന്നത് അതിൻ്റെ ഒരു റെമഡിയാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏകാദശി വ്രതം അത് എടുക്കുന്നത്, അന്നത്തെ ദിവസം ഫാസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക, അത് നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ ചന്ദനമോ അല്ലെങ്കിൽ കുങ്കുമമോ നെറ്റിയിൽ തൊടുന്നത് അതും ഗുരുവിൻ്റെ ഒരു പരിഹാരമാണ്. മഞ്ഞൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗുരുവിനെയാണ്. മഞ്ഞൾ കൊണ്ട് തുലാഭാരം നടത്തുന്നത് ഒരു പരിഹാരമാണ്. മഞ്ഞളിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് ഒരു പരിഹാരമാണ്. അതുപോലെ ഗുരുവിൻ്റെ ഗായത്രി ഉണ്ട്. ഒരു ഓം ഗുരുദേവായ വിദ്മഹേ എന്ന് തുടങ്ങുന്ന ഗായത്രി ഉണ്ട്. അത് ജപിക്കുന്നത് ഒരു പരിഹാരമാണ്. പിന്നെ കോപ്പറിൻ്റെ കോയിൻ ഉണ്ടാക്കിയിട്ട് 43 ദിവസം ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കുന്നത് അതും ഒരു ഗുരുവിൻ്റെ പരിഹാരമായിട്ട് പറയുന്നു. ഗുരുവിനെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിഷ്ണുവിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, നാരായണനെ. അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തിയെ, ശിവനെയും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം അതിനനുസരിച്ച് നമഃശിവായ ജപിക്കുന്നതും ഗുരുവിന് പ്രീതികരമാണ്. ശിവനാണ് ആദ്യത്തെ ഗുരു. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഈ ഗുരുവിൻ്റെ ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. കാര്യം സ്ഥിതികാരകനാണ് ഗുരു എന്ന് പറയുന്നത്. എല്ലാത്തിനും സ്ഥിതി ചെയ്യാനുള്ള സ്ഥലം കൊടുക്കുന്നത് ആകാശമാണ്. ആകാശം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗുരുവിനെയാണ്. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഗുരുവിൻ്റെ ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. ഇത്രയൊക്കെയാണ് ജനറലി ഗുരുവിന് ഉള്ള പരിഹാരങ്ങൾ. നെയ്യ് ദാനം ചെയ്യുന്നതും ഗുരുവിനൊരു പരിഹാരമായിട്ട് പറയാറുണ്ട്. അമ്പലങ്ങളിൽ നെയ്യ് കൊടുക്കുക, നെയ്വിളക്ക് കത്തിക്കുക, ഇതൊക്കെ ഗുരുവിൻ്റെ ഒരു പരിഹാരമാണ്. വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ മഞ്ഞ വസ്ത്രങ്ങൾ, മഞ്ഞപ്പട്ട് നമുക്ക് ഭഗവാന് കൊടുക്കാം, അതൊരു പരിഹാരമാണ്. പിന്നെ വേണമെങ്കിൽ ആൾരൂപവും മഞ്ഞപ്പട്ടും കൂടി നമുക്ക് കൊടുക്കാം, അതൊരു പരിഹാരമാണ്. ഇത്രയൊക്കെയാണ് ഗുരുവുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങൾ.